പ്ലാന്റ്സ് വാങ്ങുമ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായും നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ എണ്ണം കൂട്ടാം. ഇതായിരുന്നു ഞാൻ വാങ്ങിയ പ്ലാന്റ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ റൂട്ട് പൊട്ടിപ്പോവാതെ കെയർഫുൾ ആയിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ഈ ഒരു പോട്ടിൽ മൊത്തം 10 പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റൂട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്ലാന്റ് കളയരുത്. ആ പ്ലാന്റ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അതിന് പുതിയ റൂട്ട് വരുന്നതായിരിക്കും. റീപോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എഗ്ഷെൽ പൗഡറും യൂസ് ചെയ്യാം. അതേപോലെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉറപ്പായും കട്ട് ചെയ്ത് മാറ്റണം. റീപോർട്ട് ചെയ്ത് 1.5 മാസം കഴിഞ്ഞപ്പോഴേക്ക് പുതിയ ലീവ്സ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. അതുപോലെ 2.5 മാസം കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ഫസ്റ്റ് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2-3 ഫ്ലവേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എങ്കിൽ മാത്രമേ പ്ലാന്റ് കൂടുതൽ ഹെൽത്തിയായി വളരുകയുള്ളൂ. ഈ പ്ലാന്റിന്റെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് വളരെ അത്യാവശ്യമാണ്. അതേപോലെ പഴയതും കരിഞ്ഞതുമായ ലീവ്സൊക്കെ നമ്മൾ സമയാസമയം പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതേപോലെ പുതിയ പുതിയ ഗ്രോത്തുകളൊക്കെ വരികയുള്ളൂ. അതേപോലെ റീസെൻ്റ് ആയിട്ട് എനിക്കൊരു ബേബി പ്ലാന്റിനെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഒരു പോട്ടിന് പകരം 2 പോട്ട് നിറയെ നമുക്ക് പ്ലാന്റ്സ് ആയിട്ടുണ്ട്. ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്തതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.